ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്ന് ആധുനിക സമകാല കവിതാ സാഹിത്യത്തിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 പഥികൻ്റെ പാട്ട് എന്നുള്ളതാണ് കവിതയുടെ പേര്. ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. അപ്പോൾ ആ കവിതയിലേക്ക് പോവാം. നമുക്ക് കവിയെ ആദ്യം പരിചയപ്പെടാം. ഉപന്യാസകാരൻ, അതുപോലെ സർവകലാശാല അധ്യാപകൻ, വിവർത്തകൻ, ഗാനരചയിതാവ്, ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം, അങ്ങനെയുള്ള നിലകളിലൊക്കെ പ്രശസ്തി ആർജിച്ച മലയാളത്തിലൊരു കവിയാണ് ശ്രീ ജി ശങ്കരക്കുറുപ്പ്. ഭാരതത്തിലെ ഏറ്റവും ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് 1965 ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്നത്. ശ്രീ കേസരി ബാലകൃഷ്ണപിള്ള നിമിഷം എന്ന അദ്ദേഹത്തിൻ്റെ കവിതയുടെ അവതാരികയിൽ ഹ്യൂമനിസ്റ്റ് കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ദാർശനിക കവി എന്ന് പ്രൊഫസർ എം ലീലാവതി അദ്ദേഹത്തെ വർണ്ണരാജി എന്ന കവിതയുടെ അവതാരികയിൽ വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ കാൽപ്പനികതയും റിയലിസവും മാർക്സിയൻ സാഹിത്യ ചിന്തകളൊക്കെ തന്നെ മലയാളത്തിൽ നിലനിന്നൊരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളും പിറവിയെടുത്തിട്ട് ഉള്ളത്. മിസ്റ്റിക് കവി, സിംബോളിക് കവി, പ്രകൃതി ഗായകൻ, അങ്ങനെയുള്ള നിലകളിലൊക്കെ അദ്ദേഹത്തെ പലരും വിലയിരുത്തുന്നുണ്ട്. പ്രകൃതിയും പ്രണയവും ഒക്കെ ഒത്തുചേർന്നറിഞ്ഞ ഒരു അനുഭൂതിയായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കണ്ടിരുന്നതെങ്കിൽ പിന്നീട് ദേശസ്നേഹം തുളുമ്പുന്ന കവിതകളിലേക്ക് അദ്ദേഹം ചുവട് മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിംബലിസ്റ്റിക് കവി കൂടിയാണ് ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നത്. സിംബലിസ്റ്റിക് കവി എന്ന് പറയുമ്പോൾ പ്രതിരൂപങ്ങളിലൂടെ അനുഭൂതികളൊക്കെ അവതരിപ്പിക്കുന്നവരെയാണ് സിംബലിസ്റ്റിക് കവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ശ്രീ ജി ശങ്കരക്കുറുപ്പ് ഒരു സിംബലിസ്റ്റിക് കവി എന്ന് നമുക്ക് പറയാൻ പറ്റും. മലയാളത്തിലെ സിംബോളിക് കവികളിലെ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ശ്രീ കേസരി ബാലകൃഷ്ണപിള്ളയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം വലിയൊരു സിംബോളിക് കവിയാണ്. അപ്പോൾ നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് ഒരു സിംബലിസ്റ്റിക് കവി എന്നുള്ള നിലയിലും പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്. നിയോ ക്ലാസിക്കും റൊമാൻറ്റിക്കുമായ ഒരു ലാവണ്യബോധമൊക്കെ തന്നെ ഈ ജിയുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ കവിത്രയത്തിൻ്റെ കവിതകൾ, ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആശാൻ, ഉള്ളൂർ വള്ളത്തോൾ, അവരുടെ കവിതകളിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം ഈ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാളിദാസൻ്റെ മേഘസന്ദേശം, അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി, പിന്നെ ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത്, അതൊക്കെ തന്നെ ഈ ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കവിയെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യദർശനത്തെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. ജിയുടെ ആദ്യകാല കവിതകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് ഞാൻ, നാളെ നീ, സൂര്യകാന്തി, എൻ്റെ വേളി, ഈ കവിതകളൊക്കെ തന്നെയും ഒരു ഉത്കടമായ മൃത്യുഭീതി നിഴലിക്കുന്ന കവിതകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതകളും അതുതന്നെയായിരുന്നു. മൃത്യുബോധവും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധമൊക്കെ ഒരു അടിസ്ഥാന പ്രവണതയാക്കിക്കൊണ്ട് അദ്ദേഹം കവിതകൾ രചിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിമിഷം എന്ന് പറഞ്ഞ ഒരു കവിത, അത് കാലത്തിൻ്റെ സർഗാത്മകതയെ തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് എഴുതിയൊരു കവിത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ജീവന സംഗീതം എന്നൊരു കവിതാ സമാഹാരം, അതിലെ മിക്ക കവിതകളും തന്നെ ഈ നേരത്തെ പറഞ്ഞ മൃത്യുചിന്തയിൽ നിന്ന് ഉടലെടുത്ത കവിതകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ കുറേ കവിതകളുണ്ട്. പഴയ വാച്ച്, നിഴലുകൾ നീളുന്നു, അങ്ങനെയുള്ള കവിതകളിലൊക്കെ തന്നെയും ഈ മൃത്യുബോധമാണ് നിഴലിച്ച് കാണുന്നത്. മരണഭീതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വെമ്പലൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കവിതകളാണ് ഈ പറഞ്ഞ പഴയ വാച്ചും അതുപോലെ നിഴലുകൾ നീളുന്നു എന്നുള്ള കവിതകളൊക്കെ തന്നെ കേട്ടോ. പിന്നെ മരണത്തെ ആദർശവൽക്കരിക്കുന്നതിലൂടെ തന്നെ അതിനെ മെരുക്കിയെടുക്കാനായിട്ടും കവി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കവിതകളിലൂടെ കാണാൻ സാധിക്കും. പക്ഷെ അത് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് ആസ്തിക്യബോധം എന്നുള്ളത്. അതായത് ഈശ്വരസ്തവങ്ങളുടെ രൂപത്തിലുള്ള മുക്തകങ്ങൾ ആദ്യകാലത്തൊക്കെ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ സാഹിത്യ കൗതുകത്തിൻ്റെ അത് അദ്ദേഹം എഴുതിയതാണ്. അതായത് സാഹിത്യ കൗതുകം എന്ന് പറയുന്നത് സാഹിത്യ മഞ്ജരി, വള്ളത്തോളിൻ്റെ സാഹിത്യ മഞ്ജരീനെ അനുസ്മരിച്ചു കൊണ്ടിട്ട് അദ്ദേഹം എഴുതിയൊരു കൃതിയാണ് സാഹിത്യ കൗതുകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ 4 ഭാഗങ്ങളും ആരംഭിക്കുന്നത് തന്നെ ഈശ്വര പരാമർശത്തിലാണ്. പ്രകൃതി സൗന്ദര്യവും അതുപോലെ വിശ്വത്തിൻ്റെ അമേയത ഉണർത്തുന്ന അത്ഭുതവും വിശ്വശക്തിയോടുള്ള ആരാധനയും സ്വാതന്ത്ര്യേച്ഛയും ഒക്കെ തന്നെയും ഈ കവിതകളിൽ പ്രകടമാണ്. അപ്പോൾ അനന്യമായൊരു ആരാധന, സ്വാതന്ത്ര്യേച്ഛ, ഇതൊക്കെ കൂടി കലർന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്തിക്യബോധം എന്ന് പറയുന്നത്. ഈ ഒരു ആസ്തിക്യബോധം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ധാരാളമായിട്ട് നേരത്തെ പറഞ്ഞ മൃത്യുബോധം പോലെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ പ്രകടവും സ്ഥൂലവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ആസ്തിക്യ മനോഭാവം ക്രമേണ ഒരു നിഗൂഢാത്മകവും
അതുപോലെ സൂക്ഷ്മവുമായി തീരുന്നതായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. അതായത് കവി അമൂർത്തമായ പ്രകൃതി ചേതനയെ തേടുകയും പ്രകൃതി എന്ന മാധ്യമത്തിലൂടെ ആ പ്രഭാവവുമായി സംവദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പുഷ്പഗീതം, അതുപോലെ വനപുഷ്പം, പങ്കജഗീതം, ഈ കവിതകളിലൊക്കെ തന്നെ ഈ ഒരു ആസ്തിക്യ ബോധം നിഴലിച്ച് രചിക്കപ്പെട്ട കവിതകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വദർശനം, ശിവതാണ്ഡവം, ഈ കവിതകളിൽ ആസ്തിക്യ ബോധജന്യമായ അനുഭൂതികൾ പ്രതീകങ്ങളിലൂടെ പരോക്ഷമായിട്ട് ധ്വനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? വിശ്വദർശന, ശിവതാണ്ഡവം. ഈ കവിതകളിൽ ആസ്തിക്യ ബോധമാണ് നിഴലിക്കുന്നത്, പക്ഷേ അതൊരു എന്താ പറയുക, പ്രതീകങ്ങളിലൂടെ പരോക്ഷമായിട്ട് ധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ജിയുടെ ആസ്തിക്യ ബോധത്തിന് മൃത്യുബോധത്തോട് ഒരു ജൈവബന്ധമുള്ളതായിട്ട് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചിട്ടുള്ള ബോധം അനശ്വരത നേടാനുള്ള വെമ്പൽ ശക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. മരണാതീത സത്തയുമായി സാത്മ്യം പ്രാപിക്കുന്നതിലൂടെ മൃത്യുഭീഷണിയുടെ സംഘർഷം മറികടക്കാനായിട്ട് കവി ശ്രമിക്കുന്നു. ജിയുടെ പിൽക്കാല കവിതകളിൽ ഭക്തിഭാവം കൊണ്ട് ദീപ്തമായ മൃത്യുബോധം കാണാനാകും. അപ്പോൾ പല കാലഘട്ടങ്ങളിൽ ആ മൃത്യുബോധം ഉണ്ട്, അത് പല രീതിയിൽ നിഴലിക്കുന്നതായിട്ടും ആസ്തിക്യ ബോധവും പല രീതിയിൽ നിഴലിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. ആത്മഭാവനിഷ്ഠമായ ഭാവന വ്യാപാരത്തിൽ മുഴുകുമ്പോഴും സമകാലിക സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളോടൊക്കെ പ്രതികരിക്കാനും കവി മറന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആദ്യകാലത്ത് ഈ ഒരു രീതിയിലുള്ള അനുഭൂതി ഉണർത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം തുളുമ്പുന്ന കവിതകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളോട് കവി അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പ്രതികരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. മനുഷ്യമഹത്വത്തിൽ അഭിമാനിക്കുകയും സമൂഹത്തിൻ്റെ ധാർമ്മിക അധപതനങ്ങളിൽ ആശങ്കാകുലനാകുകയൊക്കെ ചെയ്യുന്ന ഒരു കവിയെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അതായത് ഒരു മാനവികതാ ബോധം നിഴലിച്ച് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബിംബാത്മകമായ ഒരു കാവ്യഭാഷ അദ്ദേഹത്തിന് ഉണ്ട്. ആദ്യ കവിതകൾ മുതൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ബിംബങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിട്ടാണ് കവിതകൾ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു പ്രവണത ക്രമേണ വികാസം പ്രാപിച്ചിട്ട് ഒരു പൂർണ്ണതയിലെത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഫ്രഞ്ച് സിംബലിസ്റ്റുകളുടെ സവിശേഷതകൾ ജിയിൽ പൂർണ്ണമായിട്ട് പ്രകടമല്ലെങ്കിലും പ്രതീകനിഷ്ഠമായ അന്തർഭാവാവിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹം ഒരു സിംബോളിക് കവിയായിട്ട് പരിഗണിക്കപ്പെടുന്നു. പിന്നെ ജിയുടെ കവിതകളൊക്കെ കാൽപ്പനിക കവിതകളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുന്നിട്ട് നിൽക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ക്ലാസിക് നിയോ ക്ലാസിക് പ്രവണതകളുടെ ഒരു അംശങ്ങളാണ് കൂടുതലും കവിതയിൽ അവശേഷിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാവ്യഭാഷ ബിംബാത്മകമാണ്, പക്ഷേ ഒരു പാണ്ഡിത്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടിട്ടുള്ള കവിതാരചനയാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക് നിയോ ക്ലാസിക് പ്രവണതകളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽപ്പനികമായ ലാളിത്യവോ മാർദ്ദവമോ അതുപോലെ സംഗീതാത്മകതയോ ഒന്നും കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, കുറവാണ് കവിതകളിൽ. അതുപോലെ ദീർഘപദ പ്രയോഗങ്ങൾ, വ്യംഗ്യമായ തത്വജ്ഞാന അവതരണം തുടങ്ങി കാൽപ്പനികോചിതമല്ലാത്ത ചില ഘടകങ്ങളിൽ ജിക്ക് അഭിനിവേശം ഉണ്ടായിരുന്നു. എങ്കിലും മലയാള കവിതയിൽ അന്ന് വരെ കാണപ്പെടാതിരുന്ന പല നവ്യചാരുതകളും അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഓടക്കുഴൽ, സൂര്യകാന്തി, അന്തർദാഹം, പഥികൻ്റെ പാട്ട്, ജീവന സംഗീതം, പാഥേയം, ഇതൊക്കെയാണ് കവിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പഥികൻ്റെ പാട്ട് എന്ന കവിതയിലേക്ക് പോകാം. മുകളിൽ മിന്നുന്ന താരമേ ചൊൽഗനീ അകലെയെങ്ങാനും പ്രഭാതമുണ്ടോ, അങ്ങനെയാണ് ഈ കവിതയുടെ വരികൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കി മരുഭൂമിയിലെ ഒരു ഏകാന്ത പഥികൻ എന്ന് പറഞ്ഞ ഒരു യാത്രികൻ, അദ്ദേഹം താരത്തെ നോക്കി ഇങ്ങനെ ചോദിക്കുന്നതാണ്, അകലെ എങ്ങാനും പ്രഭാതമുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടാണ്. അതിനെ തുടർന്നിട്ട് താരകയുടെ ആ ഒരു ദീപ്തിയെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. മനോഹരമായ നിൻ്റെ മുഖം എന്താണ് അത്ഭുത ഹർഷവായ്പാൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്, എൻ്റെ ഉണർന്ന ജീവിതം കുളിരു കോരിയിട്ടിട്ടും നിന്നോടൊപ്പം കിടന്ന് ഇളകുകയാണ്, തരളമായ നിൻ്റെ കണ്ണിൽ തിളങ്ങുന്നത് ചിരിയാണോ കണ്ണുനീരാണോ. ഇങ്ങനെയാണ് ഈ താരകത്തോട് അദ്ദേഹം, ഈ ഒരു ഏകാന്ത പഥികൻ ചോദിക്കുന്നത്. വർത്തമാനകാലത്തിൻ്റെ വ്യഥകളൊക്കെ അനുഭവിക്കുന്ന ഒരു കവിഹൃദയം നമുക്കവിടെ കാണാനായിട്ട് പറ്റും ഈ വരികളിൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ഒരു യുവത്വം ഉയർത്തിയ ചോദ്യമാണ് ഈ ഒരു വരികളുടെ ആന്തരികാർത്ഥത്തെ നിർണ്ണയിക്കുന്നത്. അകലെ എങ്ങാനും പ്രഭാതമുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം നല്ലൊരു നാളെ വരുമോ എന്നുള്ളൊരു അർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ യുവത്വം, സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയിലെ യുവത്വം ചോദിക്കുന്നതായിട്ട് ഒരു ആന്തരിക അർത്ഥം ഈ വരികളിലൂടെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കവി. തുടർന്ന് ആ പഥികൻ വീണ്ടും ഈ താരകത്തോട് സംവദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഇരുളിൽ നിന്നും ഇരുളിലേക്കും മരുഭൂമിയിൽ നിന്നും മരുഭൂമിയിലേക്കും യുഗങ്ങളായി സ്വയം ചുറ്റിത്തിരിഞ്ഞലയുന്ന മനസ്സിൻ്റെ ദുരന്തദാഹം, ഭൂമിയിലെ വിയർപ്പും ഉപ്പും പൊടിയും ഏൽക്കാതെ മുകളിൽ വസിക്കുന്ന നിനക്ക്
പറഞ്ഞാൽ അറിയുകയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോയ കാലത്തിൻ്റെ ഒരു ദുഃഖസ്മരണകൾ മാത്രം വിസ്തരിക്കുന്ന നീണ്ട വഴികളിലൂടെ എൻ്റെ ഒട്ടകം നീങ്ങുന്നു എന്നും കൂടെ പഥികൻ പറയുകയാണ്. പിറകിലും മുമ്പിലും രണ്ട് വശങ്ങളിലും മുറവിളി അല്ലാതെ മറ്റൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഉയർച്ച താഴ്ചകൾക്കിടയിലെ അന്തരത്തിലൂടെ ഇവിടെ കവിയും താരവും തമ്മിലുള്ള ഒരു അകലം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. താരകം എവിടെ നിലനിൽക്കുന്നു, ആ ഒരു പഥികൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് ആ താരകത്തിൻ്റെയും ആ ഒരു പഥികൻ്റെയും ഉയർച്ച താഴ്ചകളിലൂടെ ജീവിതത്തിൻ്റെ അന്തരം കാണിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കവിയും താരവും തമ്മിലുള്ള ഒരു അകലമാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു പഥികൻ്റെ യാത്രയുടെ ക്ലേശങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ വരികളിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന താരം എന്ന് പറയുന്നത് സുകുമാര ഗുണങ്ങളുടെ ഇരിപ്പിടമായിട്ട് നമുക്ക് കണക്കാക്കാം. എല്ലാ നന്മയും ആവാഹിച്ചു കൊണ്ടുള്ള അതിൻ്റെ ജീവിതത്തിന് ഭൂമിയിലെ സാധാരണ മനുഷ്യരുടെ അവസ്ഥ എത്ര കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന ആശങ്ക കവി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. പോയ കാലത്തിൻ്റെ ദുഃഖസ്മരണകൾ നിറഞ്ഞ വഴി ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ, അതായത് ബിംബവൽക്കരിച്ചു കൊണ്ടാണ് ഇവിടെ കവി അവസ്ഥകളെ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ബിംബവൽക്കരിച്ചിരിക്കുന്നത് ഒരു പഥികൻ, ഒരു മരുഭൂമിയിലൂടെ പോകുന്ന ഒരു പഥികൻ, ഒട്ടകവുമായി പോകുന്ന ഒരു പഥികൻ, പിന്നെ മേളിലൊരു താരകം. അത് വെച്ചിട്ട് അളക്കുന്നത് എന്താണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജീവിതാവസ്ഥകളെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ യുവത്വം താരകത്തോട്, ദൂരെ അകലെ ഇരിക്കുന്ന താരകത്തോട്, അതായത് എല്ലാ സൗകുമാര്യങ്ങളോടും കൂടി എല്ലാ നന്മകളും അനുഭവിച്ചു പോകുന്ന ഒരു താരത്തെ നോക്കി ചോദിക്കുന്നു, നല്ലൊരു നാളെ വരുമോ, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളൊരർത്ഥത്തിൽ മുറവിളി കൂട്ടുന്ന ആ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു വരികളിലൊക്കെ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഒരു കൂട്ടരുടെ ആ ഒരു ആഗ്രഹം, വളരെ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന ഒരു തൃഷ്ണ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തൃഷ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജലത്തിനായിട്ട് മറ്റ് പലരുടെയും കണ്ണിനെ മുറിപ്പെടുത്തുന്ന രീതി, അതായത് മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണുനീര് കണ്ട് ആനന്ദിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിക്ക് മുറിപ്പെടുത്തുന്ന ഒരു രീതി ഇന്ന് ലോകത്ത് കണ്ടുവരുന്നുണ്ടെന്നും അപ്രകാരം ലഭിക്കുന്ന ആ ഒരു ജലത്തിലെ ഉപ്പ് കൊണ്ട് തന്നെ അവൻ്റെ തൊണ്ട വരണ്ടു പോവുകയാണെന്നും തങ്ങളുടെ സുഖഭോഗങ്ങൾക്കായിട്ട് അപരനെ ദ്രോഹിക്കുകയും അതുപോലെ ലഭിച്ച സൗഭാഗ്യങ്ങളിലൊക്കെ തൃപ്തി വരാതെ വീണ്ടും അസ്വസ്ഥരാകുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് ഈ ഒരു അടുത്ത വരികളിലൊക്കെ സൂചിപ്പിച്ചു വെക്കുന്നത്. സഹജീവികളുടെ ദുഃഖത്തെ മാനിക്കാതെ നേടുന്ന വിജയങ്ങളൊന്നും തന്നെ സുഖദായകമാവില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ ആർദ്രതയുടെ ചെറുകണിക പോലും ഇല്ലാതായി കഴിഞ്ഞു എന്നാണ് കവി പറയുന്നത്. സ്വാർത്ഥത നിറഞ്ഞ ലോകബോധത്തെ കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ലാഭമോഹത്താൽ അപരനെ ഹനിച്ചുകൊണ്ടുള്ള ജീവിതം ഇന്നേവർക്കും സുപരിചിതവും സ്വാഭാവികവുമായ ഒന്നായി മാറിയിട്ടുണ്ട്. അതായത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യജീവിതത്തെ കവി ഇവിടെ പകർത്തി വയ്ക്കുകയാണ്. അതായത് ഒരിക്കലും ഒടുങ്ങാത്ത ആർത്തി അത് മനുഷ്യകുലത്തെ നശിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് കവി ചെയ്യുന്നത്. പിന്നെയും തുടർന്നുള്ള വരികളിലെല്ലാം കവി വർത്തമാനകാല ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. കുളിരും മണവും കലർന്ന നല്ല കാലഘട്ടത്തെ പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാണ് കവി. കുളിരും മണവും കലർന്ന ചെറുതെന്നലിനെ കൊതിച്ച് എരിപൊരി കൊള്ളുകയാണ് ഞങ്ങൾ. പക്ഷേ കൊലനിലത്തു നിന്നുള്ള ചോരയുടെ പാഴ്മണം കലരുന്ന കാറ്റാണ് വരുന്നത്. മുഖം മൂടി വയ്ക്കാത്ത ഒരു മനുഷ്യനെയും അരികിലും അകലെയും കാണാൻ സാധിക്കുന്നില്ല. കള്ളന്മാരുടെയും കൊലപാതകികളുടെയും നിഴലുകളാണ് എങ്ങും അനങ്ങുന്നത്. എൻ്റെ ഒട്ടകം ഈ വഴിയിൽ കടുത്ത ജീവിതഭാരവുമേന്തി അലയുകയാണ് എന്നൊക്കെ കവി ഇങ്ങനെ ഈ താരകത്തോട് പഥികൻ സംസാരിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത്രയും അവസ്ഥകളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം കവി വീണ്ടും ഈ താരകത്തോടായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു ആദർശവൽക്കരിച്ച ഒരു ലോകത്തെ സങ്കല്പിച്ചു കൊണ്ടിട്ട് കവി താരകത്തോട് പറയുന്നതാണ്. കൊലവിളി കേൾക്കാതെ, കൊലനിലം കാണാതെ, കലഹങ്ങളില്ലാത്ത ഇരുൾ ചൂഴാതെ, കരളുഴന്നിടാതെ, ദുരിത ദുർഗന്ധം ശ്വസിച്ചിടാതെ, ആരെയും അടിമയാക്കാതെ, ആരുടെയും അടിമയാകാതെ, അനുജൻ്റെ കണ്ണീർ കുടിച്ചിടാതെ, പ്രപഞ്ചോൽപത്തിക്കാലം മുതൽ
മുതൽ ഒന്നിലും ഉലയാതെ മേവുന്ന മോഹനാത്മനായ താരമേ, നീ ആകാശക്കൂടാരം തുറന്ന് അകലെയെങ്ങാനും പ്രഭാതമുണ്ടോ എന്നൊന്ന് നോക്കുമോ? നിരുപമമായ സ്നേഹത്തിൻ്റെ ചിറ്റോളങ്ങൾ ഇളകുന്ന മനോഹരമായ പൊയ്ക എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊക്കെ എന്നിട്ട് താരകത്തോടായിട്ട് ഈ പഥികൻ ചോദിക്കുകയാണ്. അതായത് അത്രയും നേരം ഇവിടെ ആ പഥികൻ അനുഭവിക്കുന്നതായ വ്യഥകളെല്ലാം തന്നെ വ്യക്തമാക്കിയതിന് ശേഷം അവസാനം ഒരു കവിസങ്കല്പത്തിലെ ഒരു ലോകം, ഒരു മോഹനമായ ഒരു ലോകം, അത് താരകത്തിന് ആ താരകം നിൽക്കുന്നത് അങ്ങനെ ഒരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കം വിട്ട് നിരത്തിക്കൊണ്ട് അവസാനം വീണ്ടും ഈ പഥികൻ ചോദിക്കുന്നതായിട്ട് കവി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണ്? നിരുപമായ സ്നേഹത്തിൻ്റെ ചിറ്റോളങ്ങൾ ഇളകുന്ന മനോഹരമായ പൊയ്ക എവിടെയെങ്കിലും ഉണ്ടോ എന്നും കൂടെ ചോദിക്കുകയാണ്. ഒപ്പം എൻ്റെ തളരുന്ന ഒട്ടകത്തിന് അല്പം വിശ്രമിക്കുവാൻ താഴെയെങ്ങും ഒരു മരിപ്പച്ച പോലും ഇല്ലല്ലോ എന്ന് ഈ ഒരു പഥികൻ വ്യാകുലപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ ഇവിടെ ഈ കവി അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ താരത്തിന് ആ ലോകത്തെ കാണാൻ കഴിയുമെന്ന് സാരം. താരം എന്ന് പറയുമ്പോഴത്തേനും നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ നല്ല ഒരു ജീവിതാവസ്ഥയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സമർത്ഥിക്കുന്നത് താരം കൊണ്ട് കേട്ടോ. പ്രഭാതം അന്വേഷിക്കുന്ന കവി ഇപ്പോൾ ഇരുട്ടിലാണെന്ന് നമുക്ക് ഈ കവിതയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. തളർന്ന ഒട്ടകം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രതീകമാണ്. പ്രതീക്ഷയുടെ നാമ്പുകൾ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ മരിപ്പച്ച കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാം ഒരു പ്രതീകാത്മകമായിട്ടാണ് വച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ ഒരു അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിൻ്റെ കൊടിയ യാതനകളിലും സമകാല സാമൂഹിക അന്തരീക്ഷത്തിൽ നിറഞ്ഞാടുന്ന ഒരു സ്വാർത്ഥതയിലും ഹിംസാത്മകതയിലും കവിക്കുള്ളൊരു ഉത്കണ്ഠ നമുക്ക് ഈ കവിതയിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രതീകങ്ങളിലൂടെയാണ് അദ്ദേഹം ഇതിനകത്ത് ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. താരകം, അതുപോലെ ആകാശം, മരുഭൂമി, തളരുന്ന ഒട്ടകം, പഥികൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രതീകങ്ങളായിട്ട് വർത്തിക്കുന്നത്. കവി വിഭാവനം ചെയ്യുന്ന സമത്വസുന്ദരവും ഐശ്വര്യപൂർണവും സ്നേഹോഷ്മളവുമായ ഒരു ലോകം, അതിനെ വിണ്ണായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്, ആകാശമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു സംതൃപ്ത ജീവിതമാണ് താരകത്തിനുള്ളത്. അതുപോലെ തന്നെ ക്ലേശം നിറഞ്ഞ ജീവിതം, അതിൻ്റെ ആ ജീവിതയാത്രേനെയാണ് മരുഭൂമിയിലെ യാത്രയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ യുവത്വം അനുഭവിച്ച ആകുലതകളുടെ ആ ഒരു മുഴുവൻ ഭാരവും വഹിക്കുന്ന കവിതയായിട്ട് ഈ ഒരു പഥികൻ്റെ പാട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ആകുലതയാണ് കവിതയുടെ കേന്ദ്ര വീക്ഷണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആകുലപ്പെടുന്ന ഒരു ഏകാന്ത പഥികൻ, ആ ഒരു ഇതാണ് കവിതയുടെ ഒരു കേന്ദ്ര വീക്ഷണം. പിന്നെ പഥികൻ അന്വേഷിക്കുന്ന പ്രഭാതം എന്ന് പറയുന്നത് ഒരു നവലോകം, ഒരു പുതിയ ലോകമാണ്. നവലോക നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ചുവടുകൾ ഉറപ്പിച്ചിട്ടും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ അവസ്ഥയാണ് ഇന്നിവിടെ നമുക്കുള്ളത് എന്ന് പറയാണ്. കവിതയിലെ പഥികൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രതിനിധി മാത്രമായിട്ടല്ല, പിന്നെയോ വർത്തമാന കാലത്തിൻ്റെ യാഥാർത്ഥ്യം കൂടി ആണ്. ഭൂതകാല സ്മരണകളിൽ ആണ്ടുപോകാതെ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാണ് കവി പങ്കിടുന്നത്. ഒരു ദുരിതപൂർണമായ വർത്തമാനകാലത്തെ ചൊല്ലിയുള്ള പ്രതീക്ഷകൾ ഒന്നും കവി ഇതിനകത്ത് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പ്രഭാതത്തെ അന്വേഷിച്ച് കണ്ടെത്താതെ നിവർത്തിയില്ല എന്നുള്ളത് നമുക്ക് വരികളിൽ നിന്ന് സൂചിതമാണ്. മനോരാജ്യങ്ങൾ തകർന്നു പോയതിൻ്റെ വേദനയൊക്കെ കവിതയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ ഭൂമിയിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഷ്ടവാസനകളെയും കവി എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതിനകത്ത്. ഭൂമിയിലെ ജീവിതത്തിൽ ഒരിറ്റ് സമാധാനവും ശാന്തിയും സംതൃപ്തിയും ലഭിക്കുവാൻ സാധ്യത കുറവാണ് എന്നൊരു ആശങ്കയിൽ ഈ കവിത അവസാനം എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഒട്ടകത്തിന് അല്പമൊന്ന് ഇളവേൽക്കാൻ ഒരു മരിപ്പച്ച പോലും ഇല്ലെന്ന സത്യം കവി തിരിച്ചറിയുകയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള വൈഷമ്യവും മറ്റേതോ സുന്ദര പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഞ്ചയും കാൽപ്പനികരുടെ മനോഭാവമാണ്. ആ വിധമൊരു മനസ്സാണ് ഇവിടെ ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ജീവിതം ഇരുളിലും കെടുതിയിലുമാണെന്നും അപ്രകാരമല്ലാത്ത മറ്റൊരിടമുണ്ടെന്നും പക്ഷേ അത് തനിക്ക് അപ്രാപ്യമാണെന്നുമുള്ളൊരു നഷ്ടബോധവും നിരാശയും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ജീവിത കവിതകളുടെ പ്രത്യേകതകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ കാൽപ്പനികരുടെ മനോഭാവം എന്നുള്ളത് മറ്റേതോ ഒരു സുന്ദര പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചേരാനുള്ള വാഞ്ച എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു വൈഷമ്യം, അതൊക്കെ കാൽപ്പനികരിൽ കാണുന്ന ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിറഞ്ഞ ഒരു കവിതയാണ് ഈ പഥികൻ്റെ പാട്ട് എന്നത്.
അപ്പോൾ കവിത നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ വായിച്ചു നോക്കാൻ സാധിക്കുന്നവർ. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഈ കവിതേനെ പ്രതി ചോദിച്ചിട്ടുണ്ട്. കാൽപ്പനികതയുടെ ഘടകങ്ങൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിൽ നിന്ന് കണ്ടെത്തിയ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നിലധികം കവിതകൾ പരിശോധിച്ച് തയ്യാറാക്കേണ്ടുന്ന സംഗതിയാണ്. പിന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിലെ മിസ്റ്റിക് ഭാവങ്ങൾ പതികൻ്റെ പാട്ട് എന്ന കവിതയെ മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ പതികൻ്റെ പാട്ട് എന്ന കവിതയിൽ നിന്ന് കണ്ടെത്തി ഉപന്യസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മലയാള കവിതയിലെ കാൽപ്പനിക പ്രവണതകളും ഭാവഗീത പ്രസ്ഥാനവും വിശദമാക്കുക എന്നുള്ളൊരു എസ്സേ ചോദിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കാവ്യജീവിതത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ജിയുടെ കവിതകളും മിസ്റ്റിസിസവും ഇത് വിശദമാക്കുക. ഇങ്ങനെയുള്ള ഒരു 6 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പാഠഭാഗത്ത് മുൻനിർത്തി ചോദിച്ചിട്ടുള്ളത്.